അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ സ്വർണത്തിന്റെ മോഷണത്തെക്കുറിച്ചാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ 4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുക. 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചുമാറ്റി. അതിന്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. UDF 3 ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ. ഒന്ന്, നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം, ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2, ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ, നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക്, സ്ത്രീകൾക്കെതിരെ എടുത്ത ആയിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ? 3ാമത്തെ ചോദ്യം, 10 കൊല്ലം ആയി തീരാൻ പോവാണ്. ഭരണത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 112 ഹെക്ടർ സ്ഥലം, 300 ഏക്കറിൽ താഴെ വനഭൂമി ഏറ്റെടുത്തു സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ. എന്നിട്ട് അതിനു പകരം 112 ഹെക്ടർ സ്ഥലം സർക്കാർ അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ വനം വകുപ്പിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. 9 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ്, 2026 പ്രശ്നം, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ല. ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം. നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത്. പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമില്ല, അയ്യപ്പനുമില്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല. പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ. ദേവസ്വം ബോർഡില്ല. ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് സ്വാഗത സംഘത്തിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ നാടകം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും. ഈ കാപട്യം നന്നായി നടത്തിയത് പഴയ കാര്യമൊക്കെ ആളുകൾ മറന്നുപോയതാണ്. അതെല്ലാം ആളുകളുടെ ഓർമ്മയിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് സർക്കാർ എന്തുകൊണ്ട് വന്നാലും 2 മണിക്കൂർ ചർച്ചയാണ്. 2 മണിക്കൂർ ചർച്ച. അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് 2 മണിക്കൂർ ചർച്ച വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. 3 ദിവസം സർക്കാർ തല കുനിച്ചാണ് ഇറങ്ങിപ്പോയത്. ഇന്നെന്ത് പറ്റി? ഇന്ന് സ്വർണം ഞങ്ങൾ 2 മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത്. സ്വർണം തട്ടിക്കൊണ്ടുപോയത്. സ്വർണം അടിച്ചുമാറ്റിയതാണ്. അടിച്ചുമാറ്റിയതുകൊണ്ട് അത് ചർച്ചയില്ല. അടിച്ചുമാറ്റിയതാണ് സ്വർണം. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയതിനെ കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട്, വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങള് ഒരു ബഹിഷ്കരണവും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ഈ 3 ചോദ്യത്തിന് ഉത്തരം പറയാതെ ഞങ്ങളില്ല. അത് വളരെ പ്രധാനമാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ UDF ഉയർത്തിയിരിക്കുന്ന 3 ചോദ്യങ്ങളാണ്.